SNDP-യിൽ സംഘപരിവാർ നുഴഞ്ഞുകയറിയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ശാഖായോഗങ്ങളിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കുറ്റപ്പെടുത്തി. SFIയിലെ ചില പ്രവണതകൾ ജനങ്ങളിൽ അവമതിപ്പ് ഉണ്ടാക്കിയെന്നും വിമർശനം. CPIM ദക്ഷിണമേഖലാ റിപ്പോർട്ടിംഗിലാണ് ഇരുവരുടെയും പരാമർശം. അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. അരുൺരാജ്, ഈ പല രീതിയിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾ ചർച്ചകളൊക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഈ നേതാക്കൾ തന്നെ CPIM-ലുള്ള പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നു പല റിപ്പോർട്ടുകളിലും. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്മിത, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷമാണ് CPM അതിന്റെ മേഖലാ റിപ്പോർട്ടിംഗിലേക്ക് കടന്നത്. ഇന്ന് തെക്കൻ മേഖലാ റിപ്പോർട്ടിംഗിലാണ് അതിരൂക്ഷമായ വിമർശനം, സ്വയം വിമർശനമായി തന്നെ പാർട്ടി നേതാക്കൾ തന്നെ മുന്നോട്ട് വെക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ രീതിക്ക് കെട്ടുറപ്പിനെ തന്നെ വലിയ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. വെള്ളവും മത്സ്യവും പോലെയാണ് പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ഈ മത്സ്യം എന്ന് പറയുന്ന പാർട്ടി അത് നിൽക്കണമെങ്കിൽ വെള്ളം ഉണ്ടായേ മതിയാവൂ. അതുകൊണ്ട് ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി തന്നെ മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായ സീതാറാം യെച്ചൂരി ഇന്ന് പ്രവർത്തകർക്ക് നൽകിയത്. മറ്റൊന്ന്, പാർട്ടിയിലേക്ക് യുവാക്കളെ കൂടി പങ്കെടുപ്പിക്കണം, യുവാക്കൾക്ക് പുതിയ പ്രാതിനിധ്യം അടക്കം ഈ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ നൽകണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നു. ഏറ്റവും പ്രധാനമായും ഈ SNDP-യുമായുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ SNDP-യുമായുള്ള വോട്ടുകളാണ് ഏറ്റവും നിർണായകമായത് എന്നുള്ളതാണ് തെക്കൻ മേഖലാ റിപ്പോർട്ടിംഗിൽ CPIM ഉയർത്തിക്കാട്ടുന്നത്. SNDP-യുടെ വോട്ടുകൾക്ക് വലിയ രീതിയിൽ CPM ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകളിൽ ചോർച്ചയുണ്ടായി. ഈ ചോർച്ചയാണ് പരാജയത്തിന്റെ കാരണമെന്ന് കൂടി CPM വിലയിരുത്തുന്നു. അത് എങ്ങനെ പോയി എന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധന വേണം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് സംഘപരിവാർ അനുകൂലികളായ ചിലർ ഈ SNDP യോഗത്തിലടക്കം നുഴഞ്ഞു കയറുന്നുണ്ട്. SNDP-യുടെ പ്രധാനപ്പെട്ട ശാഖകളിലടക്കം ഇത്തരം ആൾക്കാരാണ് നിയന്ത്രണം നൽകുന്നത്. പ്രധാനപ്പെട്ട കമ്മിറ്റികൾ പിരിച്ചുവിട്ടിട്ട് ഇത്തരം ആൾക്കാരെ തിരികെ കയറ്റിയിരിക്കുകയാണ്. ഇത് SNDP യോഗത്തെ സംഘപരിവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന്. ഇത് തിരുത്തപ്പെടണം, ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം എന്ന ആവശ്യം കൂടി സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ആലപ്പുഴയിലെയും കൊല്ലത്തെയും അടക്കം തോൽവി അത് പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം എന്തെങ്കിലും തരത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊല്ലത്ത് അത് തിരുത്തും എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കായംകുളത്ത് ഈ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ചോർച്ച ഉണ്ടായത് അത് അടിയന്തരമായി തന്നെ പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇന്ന് റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി ഉണ്ട്. എന്തായാലും ദക്ഷിണ മേഖലാ യോഗം പൂർത്തിയാകുമ്പോൾ ദക്ഷിണ മേഖലയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള സമുദായ സംഘടന എന്ന നിലയിൽ SNDP വോട്ടുകളുടെ ചോർച്ച അത് പാർട്ടിയുടെ വോട്ടുകൾ തന്നെയാണ് ചോർച്ചയുണ്ടാക്കിയത്. SNDP വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടിക്ക് അത് കിട്ടാതെ പോയി എന്ന ഒരു വിലയിരുത്തൽ കൂടി പാർട്ടി നേതൃത്വം മുന്നോട്ട് വെക്കുന്നു. ശരി, അരുൺരാജാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.